ഇന്നിപ്പോൾ ഒരു ചെറിയ മിനി വ്ളോഗാണ്. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ നഴ്സറിയിൽ കൊണ്ടാക്കാൻ പോയിട്ടുണ്ട്. നഴ്സറിയിൽ പോകുമ്പോൾ രണ്ടാളും എപ്പോഴും ഒരുമിച്ചാണ് കേട്ടോ പോണത്. അങ്ങനെ നഴ്സറിയിൽ കൊണ്ടാക്കി. ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയുണ്ട് നഴ്സറി. അതുകൊണ്ട് കൊണ്ടാക്കാനും വിളിക്കാനൊക്കെ ഭയങ്കര സിമ്പിളാണ്. അങ്ങനെ നഴ്സറിയിലൊക്കെ കൊണ്ടാക്കി ടാറ്റാ ബൈ ബൈ സീ യു പറഞ്ഞ് ഞാൻ വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വന്നതിന് ശേഷം എനിക്ക് കുറച്ച് വർക്ക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ വർക്ക് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ തന്നെ ലഞ്ചൊക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. വർക്ക് കഴിഞ്ഞിട്ട് എനിക്ക് പുറത്ത് പോകേണ്ട ഒരു ആവശ്യം കൂടി ഉണ്ട്. അപ്പോൾ ഒരെണ്ണം കൊറിയറും കൂടി അയക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വേഗം കട്ട് ചെയ്യാനായിട്ട് ഇരുന്നുണ്ട് കേട്ടോ. അങ്ങനെ കട്ട് ചെയ്യാനായിട്ട് ഇരിക്കുമ്പോഴാണ് ഒരു പ്രിൻറ്റിൽ എന്തോ ക്രയോൺസ് വെച്ചിട്ടാണ് തോന്നുന്നു വരച്ചേക്കണത്. അതിങ്ങനെ വരച്ചിട്ടുണ്ട്. അപ്പോൾ കസ്റ്റമറിൻ്റെ പിക്സിൽ എല്ലാത്തിലും അങ്ങനെ വരച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ എനിക്കതങ്ങനെ കട്ട് ചെയ്യാൻ തോന്നില്ല. അപ്പം ഞാൻ ആ ഒരു കസ്റ്റമറിൻ്റെ ഞാൻ മാറ്റി വെച്ചിട്ട് വേറെ ഒരെണ്ണം കൊടുക്കാനുണ്ടായിരുന്നത് ഞാനത് വേഗം കട്ട് ചെയ്യാണ്. അങ്ങനെ കട്ടൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. 30 പീസാണ് നമ്മുടെ പേജിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. 99 രൂപയാണ്. അങ്ങനെ പാക്ക് ചെയ്തിട്ടോ. പാക്ക് ചെയ്യുന്നതിനിടയിൽ വേറൊരു ട്വിസ്റ്റ് ഉണ്ട്. അതിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. അങ്ങനെ പാക്കൊക്കെ ചെയ്ത് ലേബല് സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചു ഞാൻ. എന്നിട്ട് ഞാൻ വേഗം തന്നെ ഫ്രഷായി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കൂടെയാണ് പോണത്. ഞാൻ നേരത്തെ പറഞ്ഞ ട്വിസ്റ്റാണ് ഇത്. എളുപ്പത്തിൽ വേഗം കട്ട് ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചതാണ്. എനിക്ക് തന്നെ പണി പാലും വെള്ളത്തിൽ കിട്ടിയെന്ന് പറയാമല്ലോ. സാധാരണ പാക്ക് ചെയ്യുമ്പോൾ തന്നെ ഞാൻ എല്ലാം ടോട്ടൽ എണ്ണിയിട്ടാണ് കറക്റ്റ് പാക്ക് ചെയ്യാറ്. ഇന്നിപ്പോൾ ധൃതിയിൽ ഉള്ളതുകൊണ്ട് ഞാൻ വേഗം സെറ്റാക്കിയതാണ് കേട്ടോ. അവൾക്കും പുറത്ത് പോകേണ്ട ആവശ്യമുള്ളത് കൊണ്ടാണ് കേട്ടോ ഞങ്ങൾ രണ്ടാളും കൂടി ഒരുമിച്ച് പോയത്. അങ്ങനെ പോണ വഴിക്ക് നല്ലൊരു വ്യൂ കണ്ടിട്ടോ. നല്ല രസമുണ്ടായിരുന്നു. അവൾക്ക് മില്ലിലേക്ക് ആദ്യം തന്നെ പോകാണ്ടായിരുന്നു. മില്ലിലത്തെ ചേട്ടൻ അടിപൊളിയായിരുന്നു കേട്ടോ. ആ ചേട്ടൻ നല്ല സാഹിത്യമൊക്കെ പറയണ്ടായിരുന്നു. നിങ്ങളത് കേട്ടോ. നല്ല മനസ്സിൻ്റെ ഉടമയായിരിക്കണം. അല്ല 100 ഏക്കറുണ്ട് 100 കോടി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നല്ല കാര്യമുണ്ടോ? സത്യത്തിൻ്റെ വഴിയെ പോയാൽ ദൈവത്തിങ്കൽ എത്തിച്ചേരാം. കപടത്തിൻ്റെ വഴിയെ പോയാൽ നീ അഗാധമായ ഗർത്തത്തിൽ ചെന്ന് വീഴും. കരകയറാൻ പറ്റാത്ത അത്രയും വലിയ പടുകുഴി. ആ ചേട്ടനോട് ടാറ്റാ ബൈ ബൈ സീ ഒക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഞാൻ പോയത് എനിക്കൊരു കൊറിയർ കൊടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ കൊറിയറൊക്കെ കൊടുത്തു. അവൾക്ക് ബാങ്കിലും കയറാനുണ്ടായിരുന്നു. അങ്ങനെ അവൾ ബാങ്കിലും പോയി. ഇത് കഴിഞ്ഞ് പിന്നെ നേരെ അവളുടെ വക ഷെയ്ക്ക് കുടിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഷെയ്ക്ക് കുടിക്കാനായിട്ട് പോയത്. അങ്ങനെ ഞാനൊരു ഷാർജ ഷെയ്ക്കും അവൾ സ്പാനിഷ് ഡിലൈറ്റാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഷാർജ ഷെയ്ക്ക് കുടിച്ചിട്ട് ഞങ്ങളിങ്ങനെ വെറുതെ വർത്താനം പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ ക്യാമറ കണ്ടാൽ ഞങ്ങൾ വിടില്ലല്ലോ. അപ്പോൾ പിന്നെ ഓരോ പോസുകളൊക്കെ എടുത്തു. അങ്ങനെ ബില്ലൊക്കെ കൊടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇന്നിപ്പോൾ ഇത്രേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ സീ യു.